ഞാൻ ഡോക്ടർ അഷിഫ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. ഒരു കൾച്ചർ പഠിക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഹെറിറ്റേജും കൾച്ചറും അത് ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു. ചെട്ടിനാടിനെ കുറിച്ച് എന്താ തോന്നുന്നത് ഈ വീടുകളൊക്കെ കാണുമ്പോൾ? ഏതായാലും ഒരു ഇന്ത്യൻ ആർക്കിടെക്ചറിനെ കുറിച്ച് തോന്നുന്നു, റെസ്പെക്ട് തോന്നുന്നു, അവരുടെ കീപ്പ് ചെയ്യുന്നു, നല്ലത് തന്നെ. കവിത ചേച്ചി ഫ്രം എറണാകുളം അല്ലേ? എവിടെ നിന്നാണ്? മാവേലിക്കര. ഓക്കെ, നിങ്ങൾ 4 ഫ്രണ്ട്സ് ആണല്ലേ വന്നത്? അതെ. എങ്ങനെയുണ്ട് ചെട്ടിനാട് അനുഭവം? ചെട്ടിനാട് എന്താ പറയുന്നത്, എനിക്ക് ഇവിടെ പോകാൻ തോന്നുന്നില്ല. ഇവിടെ വന്നിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് ഇതേപോലൊരു വീടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കുറേ നാൾ ഇവിടെ താമസിക്കും. പിന്നെ നമുക്ക് വീട് വെക്കണ്ട, നമ്മൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഇവർ നമുക്ക് തന്നാൽ മതി. നമ്മൾ ചെറിയൊരു ഫീസും പേ ചെയ്ത് ഒരു മാസമൊക്കെ നിന്ന് അതന്നെ ഒരു എന്താ പറയുന്നത്, ഒരു സമ്മർ ഹൗസ് അല്ലേ? അതെ. ഇത്രയും വീടുകൾ ഇങ്ങനെ അടച്ചിട്ടിട്ട് കാണുമ്പോൾ ഒരു സങ്കടം. എല്ലാവരും പുറത്തല്ലേ? അതെ അതെ, എല്ലാവരും പുറത്ത്. എനിക്ക് അല്ലേ തന്നെ എനിക്കൊരു 2 ദിവസം വീട്ടിലൊന്നും താമസിക്കണമെന്ന്. അതെ അതെ, ശരിക്കും അങ്ങനെയൊക്കെ ഇവർക്ക് ഇത് സാധ്യതകൾ ഭയങ്കരമാണ് ഇവിടെ അല്ലേ? ടൂറിസം. ഇത്രയും വലിയ വീടുകൾ ഉണ്ടായിട്ട് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളതൊരു സങ്കടം അതാണ് അല്ലേ? എന്നിട്ടും അവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെട്ടാ ജീവിക്കുക അല്ലേ? അതെ അതെ, ഭയങ്കര അവർക്ക് ഭയങ്കര റിച്ചാ. അതെ, കൾച്ചറലി ഭയങ്കര. അതാണ് തമിഴ്നാട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പൗരാണികമായിട്ടുള്ള ഭാഷയും സംസ്കാരമാണല്ലോ. കൾച്ചറൽ സ്റ്റഡി നമ്മളത് തീർച്ചയായിട്ടും നമ്മളത്. അതുകൊണ്ടാണ് അവർ ഹിന്ദിയൊന്നും പഠിക്കൂലല്ലോ, കാരണം അവർക്ക് അവരുടെ ഭാഷയാണ്. എബ്രോഡ് പോയി കഴിഞ്ഞാലും അവർ തമിഴ് വിട്ടൊരു കളിയില്ല. ഒരു ചെട്ടിങ്ങാടി ട്രിപ്പിലായിരുന്നു. 2 ദിവസമായി. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഒരു ദിവസം കൂടി ഉണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങൾ താമസിച്ച ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആൻറ്റിക്കായിട്ടുള്ള ഒരു തമിഴ്നാടിൻ്റെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള വാസ്തുവിദ്യയും അവരുടെ ഒരു ഇക്കോണമിയും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കെട്ടിടത്തിൽ, ഒരു മാൻഷനിലായിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു മാൻഷൻ. ആ മാൻഷൻ്റെ ചുറ്റും ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഇതേപോലുള്ള അനേകം വലിയ വലിയ കെട്ടിടങ്ങളാണ് കണ്ടത്. ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ നിവാസികൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് തോന്നിയത്. ഇപ്പോൾ പലതും ഒഴിഞ്ഞു കിടക്കുകയാണ്. എങ്കിൽ പോലും നമുക്ക് അത്ഭുതം തന്ന ഒരു സംസ്കാരമായിരുന്നു. ആ സംസ്കാരത്തെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാലത്ത് എങ്ങനെയായിരുന്നു തമിഴ്നാടിൻ്റെ സംസ്കാരം, ഈ ചെട്ടിനാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആർക്കിടെക്ചർ, ഒരു വിങ്ങാണ് അവിടെ ഉള്ളത്. നമ്മൾ കാനാത്തുകൊത്തൻ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണുള്ളത്. ഇവിടെ നമുക്ക് ഇന്ന് ഞങ്ങളുടെ സംബന്ധിച്ച് ഭയങ്കര ലക്കിയാണ് നമ്മുടെ ടീം. കാരണം ക്ലൈമറ്റ് കണ്ടോ, ഇതുവരെ ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 ഇതുവരെ സൂര്യനൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു മൂടി ക്ലൈമറ്റാണ്. രാവിലെ നടക്കാൻ പോകാൻ പറ്റില്ല, കാരണം ചെറിയ മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെറിയ എന്താ പറയുക, ഡ്രിസ്ലിംഗ് ഉണ്ട്. എന്തിനാണ് ഈ കണ്ണട എൻ്റെ 100 രൂപയുടെ കണ്ണട കേട്ടോ. പിന്നെ അപ്പം ഇവിടെ കണ്ടോ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര കൾച്ചറലി റിച്ച് ആയിട്ടുള്ള, ഒരു സമയത്ത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് ഈ കാനാത്തുകൊത്തൻ എന്ന് പറയുന്ന വില്ലേജ്. അടിപൊളി സ്ഥലമാണ്. ചെട്ടിനാട് യാത്രയിൽ മസ്റ്റ് വരണം ഇവിടെ. ഇവിടെ നമുക്ക് കയറി കാണാൻ പറ്റുന്ന വീടുകളുണ്ട്. 50 രൂപ 30 രൂപയൊക്കെ ഒരു ടിക്കറ്റ് വാങ്ങിച്ചിട്ട്. പിന്നെ ഇവിടെ നെല്ലി സിൽക്സ് എന്ന് പറയുന്ന കടയിൽ നമുക്ക് ഹാൻഡ് വീവൻ സാരീസൊക്കെ കിട്ടും. വിലയൊക്കെ ഉണ്ട്, നമ്മളവിടെ നിന്ന് കുറേ വാങ്ങി. സോ ചെട്ടിനാട് യാത്രയിൽ ഒരു അടിപൊളി സ്ഥലമാണ്. velvet dark, etching
as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. കയറാൻ വേണ്ടി നമ്മുടെ ടീം ഇതങ്ങനെ പോകുന്നു. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am under the boughs where the shivering pines sing me the wind hums songs caught in the rhythm day. The stars and whispering pines teach me the language of rustling, carrying tales stories that linger on the breath of moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. ഇതൊന്നും അവിടെ അവരുണ്ടാക്കുന്നു. ഇന്ന് നമ്മുടെ ചേച്ചി തീയൊക്കെ വെച്ച് ഫുള്ള് അതെ അതെ. ഓക്കെ, ഇപ്പം മറ്റേ ചേച്ചിക്ക് അത് വാങ്ങിച്ചോ, നമുക്ക് വേണേൽ ഇത് വാങ്ങിച്ചാൽ മതി. തല വെക്കും. ഇത് കണ്ടോ ഇങ്ങനെ കുറേശ്ശെ. ആ സൂപ്പർ. ഈ യാത്രയിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നി. എനിക്ക് ഇവിടെ കണ്ട കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. മറ്റേ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. ആണോ? ഓക്കെ, കൊടുക്കുങ്ങോ. என்ன பேரு? பேர் என்ன? കണ്ടോ ഇവരിങ്ങനെ പൊളിച്ച് ഇത് വെച്ച് ആക്കിക്കൊണ്ടേയിരിക്കുന്നു. എന്താ എനിക്കില്ല. Twine with the trees that stand, knotted in time by nature's hand. Each echoing step